ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഇറക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. വജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാതി സഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനീം താംസ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജയ ഗുരുദേവ് കി ജയ. ആനന്ദ ഗോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മളിന്ന് 40 എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? ഇന്നലെ 42 അല്ലേ? 42 അല്ലേ? 42 എടുക്കണം. 41 ഇന്നലെ ക്ലാസ്സിലെടുത്തത്. ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മളിന്ന് ധ്യാനയോഗം അല്ലേ? ഈ അധ്യായത്തിൽ ശരിക്കും എന്താ പറഞ്ഞു തരുന്നത്? നമുക്ക് മനസ്സിലായത് എന്താണ് ഈ അധ്യായത്തിൽ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിൽ ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണ് ശരിക്കും ഈ അധ്യായം കൊണ്ട്? യോഗത്തിനെ കുറിച്ച്, ഭഗവാനുമായുള്ള യോഗം. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മത്തെ യാതൊരുവും കർത്തവ്യത്തോടെ കർമ്മം ചെയ്യുന്നുവോ അവന് സന്യാസി യോഗ്യമാകാനുള്ള. ധ്യാനയോഗം എന്ന് പറഞ്ഞ എന്താ ശരിക്കും? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ചെയ്യുന്നതാണ് ധ്യാനം, യോഗ. അതെ, മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. ഭക്തിയൊക്കെ പിന്നെ അടുത്ത സെക്ഷൻ, അത് പല ചാപ്റ്ററിലും പറഞ്ഞു വരുന്നുണ്ട്. ഈ ധ്യാനയോഗത്തിൽ പറയണത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴികളും കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ നിയന്ത്രിച്ച് മുഴുവനായില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ചായാലും എന്ത് സംഭവിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ധാന്യത്തിൽ കൂടിയും നമുക്ക് എന്താണ് ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റും എന്നാ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അതാണ് ധ്യാനയോഗം കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് അഷ്ടാംഗ യോഗം എന്ന് അതിനെപ്പറ്റി പറഞ്ഞത് തന്നെ. നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം. അപ്പൊ 41ാമത്തെ ശ്ലോകം കൂടെ ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം, കാരണം അത് ഇതായിട്ട് ലിങ്ക് ഉള്ളതാണ്. അപ്പൊ അർജുനൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മുഴുവനായിട്ട് ഉയരാൻ പറ്റാത്ത വ്യക്തികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പതനം വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പതനം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തുള്ള വ്യക്തികൾക്ക് എന്താണ് സ്ഥിതി? അവര് ആത്മീയമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും എല്ലാതും തകർന്നു പോകില്ലേ? അതിന് ചിന്ന ഭിന്നമായി പോയില്ലേ? മേഘം പോലെ എന്ന് കണക്കുള്ള പോലെ എല്ലാതും നഷ്ടപ്പെടില്ല അവർക്ക്. അങ്ങനെ ചെറിയ രീതിയിലുള്ള പതനങ്ങൾ വരാം, അല്ലെങ്കിൽ മുഴുവന് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെ വരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പറയുന്നുണ്ട്, ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും നമ്മളെ മനസ്സുകൊണ്ട് അത്ര ബുദ്ധിമുട്ടാണെങ്കിലും എന്താ നമ്മള് അത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അഭ്യാസേനത് കൗന്ദയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അഭ്യാസം കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും അത് ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവനൊരിക്കലും നാശമില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് പിന്നെ പറഞ്ഞു കൊടുക്കണം അല്ലേ. കാരണം ആത്മീയ ലോകത്തിലോ നാശമില്ല, അതുകൊണ്ട് അവർക്ക് എപ്പോഴും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും, ചുരുക്കി പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ, നമ്മൾ കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് ഉണ്ടാവും, അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. അതായത് ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിലാണെങ്കിലും നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടിയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ അർജുനൻ ചോദിക്കേണ്ട ഉത്തരമാണ്. അപ്പൊ 2 സെഷനായിട്ട് തിരിയും, 2 ശ്ലോകങ്ങളിൽ കൂടിയാണ് ഭഗവാൻ അതിന്റെ ഉത്തരം പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകമാണ് 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? പാപേ പ്രാപ്യ പുണ്യകൃതം ലോകാനുഷ്ഠിത ശാശ്വതി സമ സുജീനം ശ്രീമദം ഗേഹ യോഗ ഭ്രഷ്ടഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനായിരിക്കുന്ന ആൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിന് ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ ഒരു ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് ഭഗവാന്റെ ആ വാക്യത്തെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്താണ്, ഭഗവാനാണ് ഇത് പറയുന്നത് അല്ലെ, ഭക്തിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ വിശ്വസിച്ചു, അത് നമ്മൾ ഇത് വിശ്വസിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഇതിൽ വിശ്വസിച്ചാൽ എന്താണ്, നമുക്കത് പരിപൂർണതയിലാവാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപരിലോകത്തിലേക്ക് പോവുകയും, ഉപരിലോകത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ പുണ്യം തീരുമ്പോൾ വീണ്ടും നമ്മൾ താഴത്തേക്ക് വരാം അല്ലെ. അങ്ങനെ വന്നാലും ആ വ്യക്തി വീണ്ടും എന്താണ്, അങ്ങനത്തുള്ള അതിന് നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെ കുടുംബങ്ങളിൽ പിറക്കുന്നു. കാരണം വീണ്ടും ആ വ്യക്തിക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള കുടുംബങ്ങളിലെ ആ വ്യക്തി പിറക്കുള്ളൂ. അതാണ് ഭക്തി. നമുക്ക് എത്ര ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തത് അവിടെ നിന്ന് തുടങ്ങും. ഇപ്പൊ ഒരു 40% നമ്മൾ ഭക്തി ചെയ്യാൻ പറ്റിയിട്ടുള്ളതിന് 41ാമത്തെ ശതമാനം തൊട്ട് നമുക്ക് അടുത്ത ജന്മത്തിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഭഗവാൻ തന്നെ നമുക്ക് ചെയ്തു തരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഭക്തി നമ്മളെ സാധാരണ രീതിയിൽ എത്ര ചെറുപ്പത്തിൽ എത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഏജ്ഡ് ആണെങ്കിലും എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് ചെയ്തിരിക്കണം. അത് അവിടെ നിന്ന് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് ഈ ജന്മം പൂർത്തീകരിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഭഗവാൻ പറഞ്ഞു തരുന്ന ശ്ലോകമാണ്. പിന്നെ അടുത്തത് ഇതിലെന്താണ് പറയുന്നത്, പരാജിതനാവുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ വിട്ടുപോവാം ആ അവസ്ഥ. അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞ 42ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞത്, അഥവാ യോഗിനാമേവ കുലോ ഭവതി ധീമതം ഏതന്തി ദുർലഭതരം ലോകെ ജന്മ യദീദൃശം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞാന അതീന്ദ്രന യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരം ജന്മങ്ങൾ സുദുർലഭമാണ്. അപ്പൊ ഒന്നത്തിന് പരാജിതനാവാണ്. പിന്നെന്താണ്, ഇത് കുറെ കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ അഭിജ്ഞരായ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ, നമ്മ പരിപൂർണ അവസ്ഥയിലേക്ക് എത്താണ്ടിരുന്നാൽ, അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് എന്താണ്, അതീന്ദ്ര യോഗികളുടെ കുലത്തിൽ പിറന്നു വരാം. അതായത് ഇതേപോലെ തന്നെ ഈ ഭക്തി അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്ന ആ കുടുംബങ്ങളിൽ ആ വ്യക്തി ജനിക്കുന്ന പറയുന്നത്.
അതാണ് പറഞ്ഞത്. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരം ജന്മങ്ങൾ സുദുർലഭമാണ്. വളരെ അപൂർവമായിരിക്കും അങ്ങനത്തെ ജന്മങ്ങൾ വരുന്നത്. പക്ഷെ അവർക്ക് ആ ജന്മം കിട്ടിയിരിക്കും. ഇതിലാണ് പ്രഭുപാദ സ്വാമി ആ ഉദാഹരണം പറയുന്നത്. നമ്മുടെ ആത്മീയ ഗുരുവായ ഓം വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജവും ശ്രീല പ്രഭുപാദരും അങ്ങനെയുള്ള കുടുംബങ്ങൾ ജനിക്കാനിട വന്നതേ. പ്രഭുപാദ സ്വാമി സ്വന്തം ഉദാഹരണം തന്നെ പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഒരു കുടുംബത്തിൽ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞത് കാരണം കൊണ്ടാണ് എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഉയരാൻ കഴിഞ്ഞതെന്ന്. അത് പ്രഭുപാദ സ്വാമിയുടെ ജീവചരിത്രത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, അത് വായിച്ചാൽ ക്ലിയർ കട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ്, അതുപോലെ തന്നെ ആത്മീയ ഗുരു പ്രഭുപാദന്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജാവും ഇതേപോലത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചിരുന്നു. അങ്ങനെ ജനിച്ചത് കൊണ്ട് അവർക്ക് വീണ്ടും കൃഷ്ണന്റെ കാരുണ്യത്തിൽ ഞങ്ങൾക്ക് ജീവിതാരംഭം മുതൽക്ക് ഭഗവത് സേവനത്തിനുള്ള പരിശീലനം സിദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ആ കുടുംബങ്ങളിൽ ജനിച്ചത് കാരണം കൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു സേവനം പരിശീലനം സിദ്ധിക്കാനുള്ള കാരണമായത്. പിന്നീട് അതീന്ദ്രിയമായ വ്യവസ്ഥയെ ക്രമമനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ അവര് കണ്ടുമുട്ടാണ്. അപ്പൊ അതാണ് കഴിഞ്ഞ ജന്മത്തിൽ എത്ര പൂർത്തീകരിക്കാത്ത കാര്യങ്ങൾ ഈ ജന്മത്തിൽ ആത്മീയ കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കും. അതാണ് പ്രത്യേകത. അത് ഈ 2 ശ്ലോകത്തോടുകൂടി ഭഗവാൻ ക്ലിയർ കട്ട് പറഞ്ഞാണ്. അപ്പൊ ഈ 2 ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ഭക്തിയുദ്ധ സേവനം എത്രയേ നമ്മൾ കൊണ്ടുപോണ്, അത് ഏത് സമയമോ കാലോ ഇതൊന്നിനും ഇതില്ല, എത്രയോ കൊണ്ടുപോണ്, അതിന്റെ ബാക്കി നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഗ്യാരണ്ടി പറഞ്ഞു തരുന്ന ശ്ലോകമാണത്. അപ്പൊ ഈ ശ്ലോകത്തെ ഭഗവാനെ വിശ്വസിക്കുന്ന, ഈ ശ്ലോകത്തെ വിശ്വസിക്കുന്ന നമ്മൾ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, അടുത്ത സ്റ്റെപ്പ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ജന്മങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഒരു ജന്മം അടുത്ത ജന്മം. അപ്പൊ ഈ ജന്മത്തിന്റെ പരിപൂർണത അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ശരീരവും അതിനനുസരിച്ചുള്ള കുടുംബവും അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കും. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പോഴെ തന്നെ വെറുതെ ആയിട്ട് ഭൗതികമായിട്ട് ചിന്തിച്ചാൽ തന്നെ ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വന്നു? ചിലപ്പോൾ ആ കുടുംബങ്ങളിൽ അത് മുഴുവനായിട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടാവും. ചിലപ്പോൾ കുടുംബങ്ങളിൽ തന്നെ അങ്ങനെ ഉണ്ടാവും. സാധാരണ രീതിയിൽ അങ്ങനത്തെ കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കും ആ കുട്ടികൾ ജനിക്കുക. അവിടെ അപൂർവമായിട്ട് വേറെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എന്ത് തന്നെയായാലും ചാൻസസ് നമുക്ക് കൂടുതൽ കിട്ടും. ഇങ്ങനെ നമ്മൾ ഭൗതിക ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അതാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. അതിനെ കൂടുതൽ പറഞ്ഞത് ഞാനത്. പിന്നെ അടുത്ത ശ്ലോകം, തത്രാദം ബുദ്ധി സംയോഗം ലഭ്യതേ പർവദേഹികം യദേ ച തദോ ഭൂയ സംസിദ്ധ കുരുനന്ദനം. അല്ലേ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യബോധം തിരിച്ചു കിട്ടുന്ന ആത്മീയമായ പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. അപ്പൊ അതാണ് പ്രത്യേകത. കാരണം അങ്ങനെ ഒരു ജന്മം കിട്ടണം ആ വ്യക്തിക്ക്. അപ്പൊ എന്താണ്, മുൻജന്മത്തിന്റെ ആ സുഹൃതം കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ അങ്ങനത്തുള്ള കാര്യങ്ങളിൽ ആസക്തി വരും. അതാണ് പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ ആ ആസക്തി ഉള്ളത് കാരണം അതിന് വേണ്ടി വീണ്ടും പ്രയത്നിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതിൽ പുരോഗതി നേടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ തിരിച്ചും സംഭവിച്ചിരിക്കാം, അതുണ്ടാവും ട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അതിന് ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാം അല്ലെ. കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ പഠിക്കാണ്ടിരുന്നാലോ വീണ്ടും താഴത്തേക്ക് വീഴാം. അത് വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയും സംഭവിക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ ചാൻസുകള് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. അതും കൂടെ അതിലൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ മുൻജന്മത്തിൽ അതീന്ദ്രിയ അവബോധം പുനരുജ്ജീവിക്കുന്നതിന് കിട്ടുന്ന നല്ല ജന്മത്തിന് ഉദാഹരണമായിട്ട് ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തന്റെ ജന്മമെടുത്ത ഭരത മഹാരാജാവിന്റെ കഥ പറയുന്നതാണ്. അങ്ങനെ കാരണം വെച്ചാൽ അങ്ങനത്തെ ജന്മങ്ങളില്, അങ്ങനത്തെ കുടുംബങ്ങളിൽ നമുക്ക് ജന്മം കിട്ടണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യങ്ങൾ കൊണ്ടായിരിക്കും എന്നാ പറയുന്നത്. യോഗ പരിശീലനം ഒരിക്കലും നിഷ്ഫലമാകാറില്ല എന്ന് തെളിവാണ് ഈ ചക്രവർത്തിയുടെ ജീവിതം. അപ്പൊ എന്താണ്, ഒരു ജന്മം കൊണ്ടോ 2 ജന്മം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം.
അപ്പൊ നമ്മൾ എത്ര യുദ്ധം ഭക്തിയുദ്ധ സേവന അല്ലെ യോഗ പരിശീലനം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി മതി നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾ കൃഷ്ണബോധ പൂർണ്ണത കൈവരിക്കുന്ന നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു. അപ്പൊ ഇതിൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് നമുക്ക് പേടിക്കാനില്ല, വീണ്ടും നമുക്ക് അവസരങ്ങൾ കിട്ടും അടുത്ത ജന്മത്തിൽ. അപ്പൊ അങ്ങനെ നമുക്ക് ആശ്വാസപ്പെടാം. അപ്പൊ ചില സാഹചര്യം കൊണ്ട് നമുക്ക് പരിപൂർണതയിൽ എത്താൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്ക് വിഷമിക്കേണ്ടതില്ല. അത് വിചാരിച്ച് നമ്മൾ അതൊരു എക്സ്ക്യൂസ് ആക്കി എടുക്കാനല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയും സംഭവിച്ചിരുന്നാലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. പൂർവഭ്യാസേന തേനൈവ ഹ്രിയദേഹവ്യശോഭി സ്വ ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. മുൻജന്മത്തിൽ സിദ്ധിച്ച ദിവ്യബോധത്തിൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകർഷണമായിത്തീരുന്നു. ജിജ്ഞാസ്വായോഗി ആചാര്യനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. അപ്പൊ അങ്ങനെ ആയ മുൻജന്മം ഉണ്ട്. അപ്പൊ മുൻജന്മത്തിലുണ്ടായ കാര്യങ്ങൾ അത് എന്താണ്, അങ്ങനെ വരുമ്പോള് ആ ദിവ്യബോധം ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് പലരിലും പല ലെവലായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല, നമ്മൾ അത് മനസ്സിലാക്കണം. പലവർക്ക് കൂടുതൽ കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, അത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവിന്റെ കഥ പറഞ്ഞ പോലെ പലർക്കും എത്രയാണ് ചെയ്ത് അത്ര അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 50% ആണെങ്കിൽ 51 ആയിരിക്കും, 90% ഉണ്ടെങ്കിൽ 91 ആയിരിക്കും. അപ്പൊ ചെയ്യുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അത് വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും കിട്ടണമെന്നല്ല. അപ്പൊ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെയറിൽ അല്ലെങ്കിൽ ടോപ്പ് മാർക്കുള്ള കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും ആ ദിവ്യജ്ഞാനം കിട്ടിയിട്ടുണ്ടാവും, ആ ദിവ്യബോധം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവരെന്താണ് യോഗ സിദ്ധാന്തയിൽ ആകർഷണനായിരിക്കും. കാരണം എന്നാൽ ഭൗതികയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, ആത്മീയതയിലേക്ക് തന്നെ അവര് നീങ്ങുള്ളൂ. കാരണം അത്രയും കാര്യങ്ങൾ അവര് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഭഗവാന്റെ കൂട്ടുകാരന്മാര് ഗോപന്മാരെ കഥ പറയുമ്പോൾ അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ്, അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ ഒരു കൂട്ടുകാരനായിട്ട് കളിക്കാൻ കിട്ടുന്നത് അവർക്ക്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് അവര് തന്നെ അറിയുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇത്രയും ചെയ്തത് കാരണം കൊണ്ടാണ്. അതാണ് ഭഗവാന്റെ കരുണ എന്ന് പറയുന്നത്. അപ്പൊ മുൻജന്മത്തിൽ സിദ്ധിച്ച ദിവ്യബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകർഷണനായി തീരും. അപ്പൊ ചിലവര് കാരണം ഇതിനോട് എന്തോ അറിയില്ല, ചിലവർക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യം. അതിന്റെ കാരണം അതിന്റെ പിറകിലൊരു കാര്യം ഉണ്ടാവും. അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ജിജ്ഞാസുവായ ആ യോഗി ആചാരാനുഷ്ഠാനങ്ങളെ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. കാരണം ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യോഗയിൽ അല്ലെങ്കിൽ ഭക്തിയിൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഭക്തിയിൽ ഉയർന്ന വ്യക്തികൾക്ക് പിന്നെ പ്രത്യേകിച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. അതാണ് പറഞ്ഞ ആചാര അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു സ്റ്റെപ്പ് വരെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ പറയില്ല വാക്കർ പിടിച്ച് നടക്കുന്ന പോലെ, അത് കഴിഞ്ഞാൽ ആവശ്യമില്ല, ആ ലെവലിൽ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ മന്ത്രം നിരന്തരം ഉരുവിട്ടു പോകുന്നത് കൊണ്ട് മുൻജന്മത്തിൽ അദ്ദേഹം വേദോദുക്ത ക്രിയ പദ്ധതികളെയും ഇവയെ ശബ്ദബ്രഹ്മത്താൽ സൂചിപ്പിക്കാൻ അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മഹാമന്ത്രവും നാമജപവും, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മളെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ജന്മത്തില് അതിന്റെ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും. പരിശുദ്ധി ആർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമങ്ങൾ ഉച്ചരിക്കാനോ കഴിയുന്നതല്ല. അപ്പൊ പരിശുദ്ധി ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ മന്ത്രം തന്നെ ഉച്ചരിക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. ചിലവർക്ക് മന്ത്രം ഉച്ചരിക്കാനേ പറ്റില്ല, വളരെ അപൂർവം ശ്രദ്ധിച്ചാൽ ചിലർക്ക് മന്ത്രം ഉച്ചരിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാതെ സ്റ്റോപ്പ് ആവും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തന്നെ നാവ് ഉച്ചരിക്കാം. ചിലർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലർക്ക് ഉച്ചരിക്കാൻ ആഗ്രഹം എന്നല്ല, അവർ പ്രയത്നിച്ചാൽ അത് വരില്ല. അപ്പൊ അതിന്റെ പരിശുദ്ധീകരണം നമ്മൾ നടത്താതെ നമുക്ക് മുന്നതിൽ, അതാണ് പറഞ്ഞത് 4 സുഹൃത്തുക്കളെ കൂട്ടുകെടുത്തി പറയുന്നത്. കാരണം ഇതെല്ലാം അതും ഒരു മുൻജന്മത്തിലെ കാര്യങ്ങളെ പിന്തുടർച്ചയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഗുരുവിന്റെയോ അങ്ങനത്തെ ഒരു ഭക്തന്റെയോ കൂടിക്കാഴ്ച നമുക്ക് വേണ്ടി വരും. അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയതിന്റെ ഒരു പിന്തുടർച്ചയായിരിക്കും ഈ ജന്മത്തിൽ നടക്കുന്നത്. അടുത്തത്
പ്രയത്നാദ്യസ്യമാനസ്തു യോഗി സംസിദ്ധ കിൽബഷ അനേക ജന്മ സംസിദ്ധോസ്തോ യാതി പരാം ഗതിം. സർവ കന്മഷങ്ങളും നീക്കി തുടർന്ന് മുന്നോട്ട് പോകാൻ ആ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങൾ പരിശീലനത്തിന് ശേഷം പരിപൂർണ നേടി പരമലക്ഷ്യത്തിലെത്താം. അപ്പൊ അതിനു വേണ്ടി അതിന് ഒരു ജന്മം കൊണ്ടൊന്നും നമുക്കിത് നടക്കില്ല. ആരെപ്പറ്റി പറഞ്ഞത്? യോഗി അനേകം ജന്മങ്ങൾക്ക് പരിശീലനത്തിന് ശേഷം പരിപൂർണ നേടി പരമലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ ഹരേകൃഷ്ണ മന്ത്രം അങ്ങനെ അതല്ല, അത് നമ്മൾ പരിശുദ്ധീകരിക്കാനുള്ളതാണ്, ഒരു പ്രോസസ്സാണ് അല്ലെ. നമ്മളൊരു പാത്രം കഴുകുന്ന പോലെ തന്നെയാണ്. കഴുകി വൃത്തിയാക്കി നമ്മൾക്ക് അത്ര അഴുക്ക് പിടിച്ചിരിക്കുകയാണ് അല്ലെ. ആ അഴുക്കിനെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരി ആത്മീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെ നമ്മുടെ നാമജപം ഇതൊക്കെ അതിന്റെ ഒരു പാർട്ട്. അങ്ങനെ പരിശുദ്ധീകരിച്ച് വരുമ്പോൾ ഈ ജന്മമല്ല പല ജന്മങ്ങളും നമുക്ക് വേണ്ടി വരും. അതാ പറഞ്ഞ അങ്ങനെ ജന്മങ്ങൾക്ക് ശേഷമാണ് ആ വ്യക്തി പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്തുന്നത്. ഇതാ പറയുന്നത്. സർവ കന്മഷങ്ങളും നീക്കി തുടർന്ന് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളെ പരിശീലനം ശേഷം പരിപൂർണ നേടി പരമലക്ഷ്യത്തിലെത്താം. എണ്ണമറ്റ ജന്മങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്ന് മായികമായ ദ്വന്ദ്ഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ എണ്ണമറ്റ ജന്മങ്ങൾ, ഒരു ജന്മത്തിലുള്ള പുണ്യകർമ്മം പോരാ, അനേകം ജന്മങ്ങളിൽ പുണ്യകർമ്മം ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ സകല മാലിന്യങ്ങളും തീരാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദ്വന്ദ്ഭാവം, മായികമായ ദ്വന്ദ്ഭാവം, അതായത് ഭൗതിക ലോകം എന്നുള്ളത്, ലോകം, ഭൗതിക ലോകം, ഞാനും ശരീരം, ഇതൊക്കെ രണ്ടും രണ്ടാണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. ഇതിന് എല്ലാത്തിനും മുക്തിയാവുമ്പോഴാണ്, അതായത് മുക്തിക്ക് അപ്പുറമാണ് ഭക്തി എന്ന് പറഞ്ഞത്. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അപ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ മുക്തി മാത്രം പോരാ, ഭൗതിക ലോകത്തിൽ നിന്ന് വിടുതൽ മാത്രം പോരാ, അതും കഴിഞ്ഞിട്ടും പല സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ലൈനാണ്, 1, 2 എന്നും പറയുന്നത് ഒരു കോണിയാണ്. ശരിക്കും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. അതിന് എക്സാമ്പിൾ 18ാം പടി നമ്മൾ ചിന്തിച്ചാൽ മതി. പല സ്റ്റെപ്പുകളിൽ കൂടി കയറി 18ാം പടിയിൽ എത്തുമ്പോഴാണല്ലേ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞത്, പല സ്റ്റെപ്പുകളിൽ കൂടി. അപ്പൊ പല വ്യക്തികളും പല സ്റ്റെപ്പിലായിരിക്കും. അതാണ് മനസ്സിലാവും. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഭക്തന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത്. പല ഭക്തന്മാരെ ലെവല് പലതായിരിക്കും. ചിലപ്പോൾ അവർ 18ാം പടിയിൽ എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ 1ാം പടിയിലായിരിക്കും, ചിലപ്പോൾ 1ാം പടി കയറാത്ത വ്യക്തിയായിരിക്കും. കാരണം നമ്മളെ കണ്ണുകൊണ്ട്, നമ്മളെ ഇന്ദ്രിയം കൊണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ ആരെയും നമുക്കറിയില്ല. അതിനാരെയും നമ്മൾ ആദ്യം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ആരെയും വിഷമിപ്പിക്കരുതെന്നുള്ള പറഞ്ഞു. അവരെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് കണക്കൂട്ടണം എന്നൊക്കെ പറയുന്നത് അതാണ് ജനറൽ ആയിട്ട്. അതൊക്കെ ഒരു പ്രാക്ടീസാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ നമ്മൾ ഉള്ളിലേക്ക് ആ ഭക്തി നമ്മളിലേക്ക് വരുള്ളൂ. അടുത്ത ശ്ലോകം. തപസ്യേപ്യോധികയോഗി ജ്ഞാനി ബോധിമാദോധിക കർമ്മപ്യജാതിക യോഗി തസ്മാദോഗി ഭാവാർജുന. തപസ്യേക്കാൾ ശ്രേഷ്ഠൻ എത്ര യോഗി? ജ്ഞാനിയേക്കാളും ബലവെച്ചുകൂടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിനും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ ഒരു കമ്പാരിസൺ നടക്കാണ് ഇതിൽ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ പല സ്റ്റെപ്പുകൾ. അപ്പൊ എന്താണ്, ആത്മീയ കാര്യത്തിലും പല സ്റ്റെപ്പുകളുണ്ട്. അതിൽ പറയുന്നതാണ് തപസ്യേക്കാളും ശ്രേഷ്ഠനാണ് യോഗി. തപസ്സി എന്ന് പറയുമ്പോൾ തപസ് അല്ലെ, നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനേലും ബെറ്റർ ആണ് യോഗി എന്ന് പറഞ്ഞ് ഭഗവാനായിട്ട് കണക്ഷൻ വന്ന്. ജ്ഞാനിയേക്കാളും ബലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അപ്പൊ എന്താണ്, യോഗി എന്ന് പറയുമ്പോൾ ജ്ഞാനിയെക്കാളിലും അതേപോലെ തന്നെ കർമ്മം ബലേച്ഛയോട് കർമ്മം ചെയ്യുന്ന, അതായത് കർമ്മികൾ, നമ്മളെ പോലുള്ള വ്യക്തികൾ, അവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അപ്പൊ യോഗി എന്ന് പറയുമ്പോൾ ഭഗവാനായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു. അതാണ് യോഗം എന്ന് പറഞ്ഞത്.
അങ്ങനത്തെ വ്യക്തിനെ പറ്റി പറഞ്ഞ അവരെല്ലാവരെയും മുന്നിലാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലേ അർജുന ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക, ഭഗവാനായിട്ടുള്ള ബന്ധത്തിൽ ഏത് സമയത്തും നമ്മൾ ഉറച്ചു നിൽക്കണം. ബാക്കിയൊക്കെ അനുഷ്ഠാനങ്ങളാണ്, തപസ്സുതൊക്കെ അനുഷ്ഠാനം, അതിലേക്കുള്ള വഴി മാത്രമാണ്. പക്ഷെ യോഗി പരിപൂർണത എന്ന് പറയുമ്പോൾ എന്താണ്, ഭഗവാനായിട്ട് ആ സംബന്ധം ആ വ്യക്തിക്ക് വന്നു കഴിഞ്ഞു. തപസ്യയൊക്കെ അത് പറഞ്ഞു. നമ്മൾ യോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ അവബോധത്തെ പരമസത്യത്തോടെ ബന്ധപ്പെടുത്തുന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ അവബോധത്തെ നമ്മൾ എന്താണെന്ന് അതിനെന്തിനാണ് ഭഗവാനായിട്ട് ബന്ധപ്പെടുത്തുക. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥ, ഞാൻ ആത്മാവാണെന്നും ഭഗവാൻ പരമാത്മാവാണെന്നും പരമാത്മാവിന്റെ അംശമാണ് ഞാനെന്ന് അറിയുന്ന ഒരു അവസ്ഥ. അതാണ് അത് അപ്പോഴേ നമുക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് യോഗം എന്ന് പറയുന്നത്. സംയോജിത പ്രക്രിയ പ്രധാനമായി ബലോദിഷ്ട കർമ്മങ്ങളാകുമ്പോൾ കർമ്മയോഗം എന്നും, പ്രധാനമായി ജ്ഞാനത്തിലാകുമ്പോൾ ജ്ഞാനയോഗം എന്നും, ഭഗവാനെ നേരിട്ട് ബന്ധത്തിലാകുമ്പോൾ ഭക്തിയോഗം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികള് ബലം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. അപ്പൊ കർമ്മയോഗം, അപ്പൊ അവിടെ യോഗം എന്നുള്ളൊരു ലിങ്ക് അതിൽ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോഴും ഭഗവാനായിട്ട് കണക്റ്റഡ്. അതാണ് നമ്മൾ കർമ്മികൾ അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ചില സ്വധർമ്മങ്ങൾ ഉണ്ടല്ലേ. ആ ധർമ്മങ്ങൾ ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? നമുക്കറിയാം. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ചില ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്നുണ്ട്. അത് നമുക്കറിയാം. ബേസിക് ആയിട്ടുള്ള നമ്മളെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വേദഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനെ കർമ്മയോഗം എന്ന് പറയും. അത് കഴിഞ്ഞ് അത് തന്നെ ജ്ഞാനത്തിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് ജ്ഞാനയോഗം എന്ന് പറയും. ഭഗവാനുമായിട്ട് ഭഗവാൻ മാത്രമാണ്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അതിനെ ഭക്തിയോഗം എന്ന് പറയുന്നു. അങ്ങനെ 3 യോഗത്തെ പറ്റി ജനറൽ ആയിട്ട് പറയാണ്. അടുത്തത് 46 അതിൽ കൂടെ തന്നെ ഉള്ളതാണ്. 47 ആയിരിക്കും, മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, 47 ആണ്. അത് നമ്പർ മാറിയിട്ടുള്ളതാണ്. അടുത്ത യോഗനാമേപി സർവേഷം മക്തനാനന്ദരാത്മനാ ശ്രദ്ധവാൻ ഭജതേ യോ മാം സമയയുക്ത തമോ മദഃ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നിൽ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ യോഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭഗവാനായിട്ട് കണക്ട് ചെയ്തിരിക്കണാണ് അല്ലെ. അപ്പൊ അതിൽ തന്നെ ഉത്തമൻ ആരാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും കണക്റ്റഡ് ആണ്, എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നില്ല അല്ലെ, കോളേജിൽ എന്നത് പറഞ്ഞാൽ യോഗി എന്നൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും അതിൽ തന്നെ പല ലെവലുകളുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞു? പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നിൽ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും പ്രേമപൂർവം ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഉന്നതമായ സ്ഥാനം. ആ വ്യക്തിനെയാണ് ശരിക്ക് എല്ലാ യോഗികളിലും വെച്ചും അത്യുത്തമമായ യോഗി എന്ന് പറയുന്നത്. അത് ഏറ്റവും ടോപ്പ്. എന്നോട് ദൃഢമായ യോഗത്തിൽ പെട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതൊന്നുകൂടെ പറയുമ്പോ, ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോ, പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞു നമ്മള് എല്ലാത്തരം യോഗചര്യകളുടെയും ഉച്ചകോടി ഭക്തിയോഗമാണ്. അതിലേക്കുള്ള വഴി എത്ര മറ്റ് യോഗങ്ങൾ. ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ 6-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഏറ്റവും ഉയർന്നത്, യോഗികളിൽ വെച്ച് ഏറ്റവും ഉയർന്നത് പറയുമ്പോൾ അവര് വ്യക്തി എന്താ ചെയ്യാ? എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ധ്യാനിച്ചുകൊണ്ടിരിക്കുക, പ്രേമപൂർവം ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ എത്തുമ്പോൾ ആ വ്യക്തി എന്താണ്? ഭക്തി യോഗത്തിലേക്ക് കടക്കാണ്. ബാക്കിയുള്ള അതിലേക്കുള്ള വഴി മറ്റ് യോഗങ്ങൾ, ബാക്കിയെല്ലാം അതിലേക്കുള്ള വഴി മാത്രമാണ്. അപ്പൊ അങ്ങനെ വഴിയിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ പറയാം 18-ാം പടി നമ്മൾ പറയുമ്പോൾ അല്ലെ, ബാക്കി 1-ാം പടി 2-ാം പടി 3-ാം പടി എന്താണ് 18-ാം പടിയിലേക്കുള്ള യാത്രയാണ് അല്ലെ. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ യോഗകളും ഭക്തിയോഗിക്കുള്ള വഴിയാണ്. ആ വഴിയിൽ കൂടെ നമ്മൾ ഭക്തിയോഗത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്.
അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ 7-ാം അധ്യായം ഭക്തിയോഗം സ്റ്റാർട്ടാണ്. അപ്പൊ ഭക്തിയോഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉന്നതാണെന്നും ഭക്തിയോഗത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാ വഴികളും തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, നമ്മൾ യോഗയിൽ പരിശീലിക്കുമ്പോ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടും. അവിടെ നമ്മൾ നിന്ന് പോവരുതെന്നും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം പല യോഗ സിദ്ധാന്തങ്ങൾ, പലതരം ആചാരപരം പലതും ഉണ്ട്, നമുക്കറിയാൻ പറ്റാത്ത അനേകം ഇതുണ്ട്. അപ്പൊ അതിൽ ചില സിദ്ധിയൊക്കെ ലഭിക്കും. അപ്പൊ സിദ്ധിയാണ് ആത്മീയത, അതാണ് ഭഗവാൻ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും. അതാണ് പ്രത്യേകം. അപ്പൊ എല്ലാത്തിന്റെയും ഇതല്ലാതെ ഒരു വഴി മാത്രമാണ് ഭക്തിയോഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു തരുന്നത്. കർമ്മയോഗത്തിൽ നിന്ന് ജ്ഞാനവും ത്യാഗനിഷ്ഠയും വളരുന്ന സ്ഥിതി എത്രയും ജ്ഞാനയോഗം. കർമ്മയോഗിയിൽ ജ്ഞാനവും ത്യാഗനിഷ്ഠവും വളരുന്ന സ്ഥിതി എത്രയും ജ്ഞാനയോഗം. അപ്പൊ കർമ്മയോഗിനേലും ഒരു അല്പം മുകളിലാണ് ജ്ഞാനയോഗം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ ധാർമ്മികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് കർമ്മയോഗത്തിലേക്ക് കടക്കണം. അതിൽ തന്നെ നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ ത്യാഗനിഷ്ഠ, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള. അപ്പൊ എന്തും നമ്മൾ ഭഗവാനെ അർപ്പിക്കുക. ആ അവസ്ഥ എത്തുമ്പോൾ എന്താണ് അത് എന്തിനാണ്, ആ അറിവ് നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ള അറിവ് ലഭിക്കുമ്പോൾ ആ ജ്ഞാനം അതേവരം പറഞ്ഞത് ചെയ്യണം. നമ്മൾ വേദങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ കർമ്മയോഗത്തിൽ വരുമ്പോൾ അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ഇത് മനസ്സിലാവണം, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരവസ്ഥ. അപ്പൊ അത് നമുക്ക് അറിവ് ലഭിക്കണം അല്ലെ, എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യണം എന്നുള്ള അറിവ്. അപ്പൊ അതാണ് ജ്ഞാനയോഗം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്കത് മനസ്സിലാക്കി അതേപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ഭക്തിയോഗം എന്ന് പറയും. അതാണ് മൂന്ന് സെക്ഷനായിട്ട് പറഞ്ഞത്. ജ്ഞാനയോഗി വിവിധ ശാരീരിക പ്രക്രിയകളാൽ പരമാത്മ ധ്യാനത്തെ വളർത്തിയെടുക്കുകയും മനസ്സിൽ പരമാത്മ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് അഷ്ടാംഗയോഗം എന്ന് പറയുന്നു. അപ്പൊ അഷ്ടാംഗയോഗം, അപ്പൊ എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പ്രക്രിയകൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞു. അതിലൂടെ ലാസ്റ്റ് എവിടെ എത്തും? ലാസ്റ്റ് ആ ഭക്തി യോഗത്തിലേക്ക് കടക്കാൻ കഴിയും. അതാണ് ജ്ഞാനിയാണ് മറ്റുള്ള യോഗികളിലേക്കും. അത് മറ്റുള്ള യോഗികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള 4 തരം സുഹൃത്തുക്കൾ വരുമ്പോൾ ജ്ഞാനിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നത് അല്ലെ. ജ്ഞാനിക്ക് കാര്യം മനസ്സിലായി, അതിനനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ച് ലാസ്റ്റ് അപ്പൊ ആ പ്രവർത്തിക്കണ ഒരു രീതിയാണ് അഷ്ടാംഗയോഗം. അങ്ങനെ പ്രവർത്തിച്ചിട്ട് ആ വ്യക്തി എന്ത് ചെയ്യും? ആ സമാധി പൊസിഷനിൽ എത്തും. അപ്പൊ സമാധി പൊസിഷൻ എന്ന് പറയുന്നത് ഭക്തിയോഗം സ്റ്റാർട്ടായി. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ എത്തിച്ചേരുന്നതാണ് ഭക്തിയോഗം. എന്നാൽ അതിന് സൂക്ഷ്മ വിശകലനം ചെയ്യണമെങ്കിൽ മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് ആണ് ഭക്തിയോഗം. പരമദിവ്യോത്തമ പുരുഷനെ കൃഷ്ണനിൽ എത്തിച്ചേരുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ മാർഗങ്ങളാണ്. അറിവൊക്കെ വേണം, മാർഗങ്ങളൊക്കെ ശരി, ആദ്യം നമ്മൾ കുറച്ച് പരിശീലിക്കണമൊക്കെ ശരി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ എത്തിച്ചേരാം. അതിനാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞത്. എന്നാൽ അതിനെ സൂക്ഷ്മ വിശകലനം ചെയ്യണമെങ്കിൽ മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ മറ്റു യോഗങ്ങൾ നമ്മൾ അറിയാതെ പഠിക്കുകയാണ് ശരിക്കും ഭക്തിയോഗത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അത് നമ്മൾ എന്താണ് ഇതിൽ അഷ്ടാംഗ യോഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പൊ അതിന് പറഞ്ഞത് മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം, എന്നാലേ ഭക്തിയോഗങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ഭക്തിയോഗം ചെയ്യാൻ കഴിയില്ല. അതിനങ്ങനെ പറഞ്ഞത് മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മായാവാദി സന്യാസികളും വൈഷ്ണവ സന്യാസികളും നമ്മളെ വ്യത്യാസത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ലെ. ഈ പ്രക്രിയ തന്നെ സ്വയം ശുദ്ധീകരിക്കുകയാണ്. മറ്റേതിലോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവാദി സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്താണ്, അവര് ഒരു പ്രക്രിയ നടപ്പിലാക്കണം, അത് ചെയ്താലേ കടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിലോ ഈ പ്രക്രിയ തന്നെ ശുദ്ധീകരണമാണ്. അതാണ് ശരിക്കും എന്താണ് വൈഷ്ണവരും അല്ലെങ്കിൽ മായാവാദി സിദ്ധാന്തക്കാരും നമ്മളുടെ ബേസിക്കായുള്ള ഡിഫറൻസ്. പക്ഷെ എന്ത് തന്നാലും ഭക്തിയോഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റു യോഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കും. അതിനെ പറ്റി അറിഞ്ഞിരിക്കണം എന്നല്ലാതെ അറിഞ്ഞിരിക്കും, അല്ലാതെ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ ഈ 3 യോഗങ്ങളാണ്. ഒന്ന് കർമ്മയോഗം, പിന്നെ അഷ്ടാംഗയോഗം, ധ്യാനയോഗം, അല്ലെങ്കിൽ ഭക്തിയോഗം, ജ്ഞാനയോഗം. ഇന്റർലിങ്ക് ആണ്. ലാസ്റ്റ് ആണ് നമ്മൾ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഭഗവത്ഗീതയിലായാൽ ഏറ്റവും ക്രീമായിട്ടുള്ള 7 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങൾ അയാൾ നടുക്കിൽ വളരെ സൂക്ഷിച്ചു വെച്ചിരിക്കണം അല്ലെ. ഭക്തി എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവം ലഭിക്കുകയുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഭഗവാൻ ഭക്തി മാത്രം ലാസ്റ്റ് തരും. അതിന് ഭക്തി നമ്മൾ പറയില്ല, സ്റ്റെപ്പ് തന്നെ അതിന് ഇന്റിമേഷൻ അല്ലെ. സ്റ്റെപ്പ് ലാസ്റ്റ് ചെന്ന് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഭക്തി അല്ലെ.
തത്വമസി, നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞ തത്വമസി. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പല സ്റ്റെപ്പുകളും കയറേണ്ടി വരും. അപ്പൊ അതിന് ഉദാഹരണം, അങ്ങനെ വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭഗവാൻ പറഞ്ഞു തരും. ഇങ്ങനൊക്കെ വീഴ്ചകൾ വന്നാലും നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത ജന്മങ്ങൾക്ക് നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മോട്ടിവേഷനാണ് തരുന്നത് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അധ്യായം കഴിയണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. 41 വായിച്ചിട്ടെന്ന് പറഞ്ഞത്. 41-ാമത്തേല് അർജുനൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടാണ്, ഇങ്ങനൊക്കെ ചെയ്ത് നമുക്കത് ചെയ്യാൻ മുഴുവനും പറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിക്കണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, അതായത് കുറച്ച് ചെയ്തിട്ട് വീണു പോവാം, അതായത് പരാജിതനായി പോവാം, നമുക്കത് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരണമെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഉപരിലോകങ്ങളിലേക്ക് പോയതിനു ശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ വന്ന് പിറവിയെടുക്കും. അപ്പൊ ആ വ്യക്തി പുണ്യാത്മാക്കളുടെ അല്ലെങ്കിൽ നീതിനിഷ്ഠമായിട്ടുള്ള കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ധനികരുടെ കുടുംബങ്ങൾ, ധനികർ എന്ന് പറയുമ്പോൾ നമ്മളെ രീതിയിലുള്ള ധനികരെന്ന് ചിന്തിക്കരുത്. നമ്മളെ രീതിയിൽ ഭൗതികം മാത്രമല്ല ധനികർ, ഇത് എന്നാൽ ആത്മീയമായിട്ടുള്ള രീതിയിൽ ധർമ്മത്തിലൂടെ ധനം ലഭിക്കുക, അല്ലെ, അർത്ഥധർമ്മ കാമ മോക്ഷം, ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അങ്ങനത്തെ കുടുംബങ്ങളിൽ ചെന്ന് പിറവിയെടുക്കും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗാനുഷ്ഠാനത്തിൽ വിജയിക്കാതിരിക്കുന്ന അവസ്ഥ, നമ്മൾ ചെയ്തിട്ട് എവിടെ എത്തണില്ല, അങ്ങനെ എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തികൾ വീണ്ടും എന്താണ്, അതീന്ദ്രിയ യോഗികളുടെ കുലങ്ങളിൽ പിറവിയെടുക്കുന്നു എന്ന് വരുന്നത്. അപ്പൊ വീണ്ടും അവർക്ക് സാധ്യത കിട്ടും എന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോ അവർക്ക് എന്താണ്, ഈ ജന്മത്തിൽ ഒരു കഴിഞ്ഞ ജന്മത്തിന്റെ ഗുണങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അതിലേക്ക് കൂടുതൽ അട്രാക്ഷൻ ആവുകയാണ് ചെയ്യാം. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിലും അവരത് തേടിപ്പിടിച്ച് പോകുന്ന പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത. പിന്നെ അടുത്തത് പറഞ്ഞത് എന്താ, പിന്നെ ഈ ഒരു ജന്മം കൊണ്ടും നമുക്ക് നടക്കില്ല, ചിലപ്പോ അനേക ജന്മങ്ങൾക്ക് പരിശീലനത്തിന് ശേഷം പരിപൂർണം നേടി പരമലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ നമുക്ക് ഭക്തിയുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ പരിപൂർണത എന്ന അവസ്ഥ എന്ന് പറഞ്ഞത് അത് വളരെ ദൂരത്തുള്ള ഒരു കാര്യമാണ്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കും. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അയ്യോ അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ വിട്ടുകളയാനല്ല. അതാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ വിട്ട് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന്റെ ഫലങ്ങൾ നമ്മൾ, അപ്പൊ ഒരിക്കലും നമ്മൾ എന്താണ്, ഭക്തി വിടരുത്, ഭഗവാനെ നമ്മൾ വിടരുത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അടുത്ത് പറഞ്ഞ തപസ്യ, പിന്നെ കമ്പാരിസൺ പറഞ്ഞു തരണം. തപസ്സി, അതേപോലെ തന്നെ ജ്ഞാനി, അവരെ പറ്റി പറഞ്ഞു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു യോഗി എന്ന് പറഞ്ഞാൽ യോഗം, ഭക്തി, ഭഗവാനായിട്ട് കണക്ഷൻ. അവർ തപസ്സികൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വ്യക്തി, അല്ലെ. തപസ്, നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യുന്നു തീരുമാനിച്ച് ആ കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതല്ലേ അനുഷ്ഠാനത്തിനുമായിട്ട് ലിങ്ക് ഉള്ളതാണത്. ജ്ഞാനി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാവണം നമുക്ക്, അല്ലെ. ഞാൻ ആരാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, പരമാത്മാവാണെന്ന്. അപ്പൊ അതിനു വേണ്ടി പ്രക്രിയകൾ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അപ്പൊ അവരെക്കാളൊക്കെ ബെറ്റർ ആണ് യോഗി, കാരണം ഭക്തൻ. അപ്പൊ യോഗ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്ന് കഴിഞ്ഞു ആ വ്യക്തി. അതാണ് യോഗിക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത്, അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ എന്നിൽ തന്നെ നിലനിൽക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിൽ തന്നെ പല സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ യോഗ എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല്, യോഗി എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും അതിൽ കുറെ സ്റ്റെപ്പുകൾ വീണ്ടും ഉണ്ട്. അതിൽ പരിപൂർണ അവസ്ഥ എന്ന് പറയുന്നത് ആരെപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും പ്രേമപൂർവം ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനുമാണ് യോഗികളിൽ വെച്ച് അത്യുത്തമ യോഗി. അപ്പൊ യോഗികളിൽ എന്ന് പറയുമ്പോ അവിടെയും കുറെ സെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിലേറ്റവും ഉയർന്ന ലെവല് അതാണ് പരിപൂർണ. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് ഏറ്റവും ഉയർന്നതാണ് ഭക്തി, പ്രേമ പുരസ്കരം ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ഭക്തി. അപ്പൊ 7-ാം അധ്യായത്തിലേക്ക് കടക്കണേ മുന്നേ അതിന് ചെറിയ ലാസ്റ്റ് കൊണ്ടൊന്ന് നിർത്താണ്. ഈ ഭക്തിയിലേക്കാണ് കടക്കുന്ന പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആ ശ്ലോകം നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നലെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഹരേഷ്, അപ്പൊ യൂട്യൂബ് ഒന്ന് കാണും മാതാജി. യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ നമ്മൾ കിട്ടണല്ലേ. ഹരേ കൃഷ്ണ. അതിന് നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ല. ഇന്ന് പറഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് എന്താ മനസ്സിലായത്? ആരെങ്കിലും ഒന്ന് പറയോ? ഇത്രയും പറഞ്ഞ ശ്ലോകത്തിൽ നിന്ന് നമ്മളൊരു
പോയിന്റ് എവിടേക്കാണ് ഭഗവാൻ കൊണ്ടുപോയത് നമ്മളെ ഷോർട്ടായിട്ട്? എന്താ കൊണ്ടുപോയത് പോയിന്റ്? അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കും. ഹരേ കൃഷ്ണ. പരമപദത്തിൽ എത്തിച്ചേരാനുള്ള വഴികളെ കുറിച്ചാണ് ഭഗവാൻ ഷോർട്ടായി പറഞ്ഞു തന്നിട്ടുള്ളത്. പരമപദത്തിലേക്ക് വഴി. ഇന്ന് പറഞ്ഞ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? ശ്ലോകങ്ങൾ കുറച്ചും കൂടെ ചില ശ്ലോകങ്ങൾ പറഞ്ഞു. അതെന്താ ഉദ്ദേശിക്കുന്നത്? യോഗകളുടെ പല വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. യോഗകൾ പല വിഭാഗങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ 2 ശ്ലോകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് ഉദ്ദേശിച്ചത്? ബാബുപ്രഭു എന്താ പറയാൻ ഉദ്ദേശിച്ചത്? 41-42. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ കഴിയുന്നത് അത്രേ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. അത് ശരി. ഏറെക്കാലം യോഗ ചെയ്തിട്ടും അതിൽ നിന്ന് പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അവര് ഏതെങ്കിലും നല്ല കുടുംബത്തിൽ, അതായത് ഭക്തിയായിട്ടുള്ള കുടുംബത്തിൽ ജനിക്കും. അവർക്ക് വീണ്ടും അതിലേക്ക് കടക്കാനുള്ള എല്ലാ സൗകര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടതല്ല, അതിനുശേഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം പുരോഗമിക്കാൻ കഴിയുമെന്നുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അതാണ്. നമുക്ക് ഈ ജന്മത്തിൽ എത്ര ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാം. അതിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് അങ്ങനെ അത് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ അടുത്ത ജന്മത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ജന്മം കിട്ടിയിരിക്കും എന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറഞ്ഞാണ് 41-42 ശ്ലോകം. അപ്പൊ ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ട, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും. അപ്പൊ അർജുനന്റെ ചോദ്യത്തിന്റെ ആൻസർ ആണ് അത് പറഞ്ഞത്. അതാണ് ഇന്നത്തെ ആ ശ്ലോകത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. 42 ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു തരുമോ? ഏതാ 41-42 വ്യക്തമാക്കി പറഞ്ഞു തരുമോ? 41-42 എന്ന് പറയുന്നത് 41ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള യോഗത്തിൽ പരാജിതനാകുമ്പോൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരം വാണതിന് ശേഷം നീതിനിഷ്ഠമായ പുണ്യാത്മാക്കളുടെ ധനികരുടെ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ പരാജിതനാവാം. നമുക്ക് ചിലര് പറയില്ല, ആരംഭസൂരത്തും പോലെ കുറച്ച് ചെയ്തിട്ട് വിട്ടുപോകും അല്ലെ? അപ്പൊ പരാജിതനാണ്. അങ്ങനെ വരുമ്പോഴേക്ക് അവർക്കും ഗുണം കിട്ടുന്ന പറയുന്നത്. കാരണം അവരെന്താണ് ഉപരിലോകങ്ങളിലേക്ക് വരുന്ന പറയുന്നത്. നമുക്കറിയാം മുകളിലുള്ള ലോകങ്ങൾ, സ്വർഗലോകം, അത് ജനകലോകം, മഹർലോകം, ബ്രഹ്മലോകം, ഇങ്ങനൊക്കെ ലോകങ്ങൾ ഉണ്ടല്ലോ, ഭൂർലോകം. ആ ലോകങ്ങളിലേക്ക് വരും. അപ്പൊ നമ്മുടെ പുണ്യം എത്രയുണ്ടോ അതിനനുസരിച്ച് ലോകങ്ങളിലായിരിക്കും നമ്മൾ ചെന്നപ്പെടാം. ഇപ്പൊ ചിലപ്പോ സ്വർഗലോകത്തിൽ പോകാൻ പറ്റും, ചിലപ്പോ ജനകലോകത്തിൽ പോകാൻ പറ്റും, ചിലപ്പോ മഹർലോകത്തിൽ പോകാൻ പറ്റും, ചിലപ്പോൾ ഭൂർലോകത്തിൽ ചെല്ലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ചെയ്തോ അത് അവിടെ ചെയ്തു. അപ്പൊ അതിനനുസരിച്ചുള്ള ശരീരം കിട്ടി, അവിടെ ആനന്ദിക്കാനുള്ള ശരീരം കിട്ടും. ഇപ്പൊ പന്നിക്ക് ആനന്ദമുണ്ട് അല്ലെ, നമുക്കും ആനന്ദമുണ്ട് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവിടെയും ആനന്ദമുണ്ട്. ആ ആനന്ദം നമ്മൾ അനുഭവിക്കും. നമുക്ക് അതിനനുസരിച്ചുള്ള ശരീരം കിട്ടും അല്ലെ? നമുക്ക് ആ നാവില്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ അവിടത്തെ ആനന്ദം അനുഭവിക്കേണ്ട രീതിയിലുള്ള ഒരു ശരീരം നമുക്ക് ലഭിച്ചിരിക്കും. അപ്പൊ നമ്മളെ ശരീരം അല്ലാതെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ പറയും പന്നിക്കായാലും നായ്ക്കായിരിക്കും എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള ആനന്ദമാണ് അല്ലെ? അവരും ആ ദുഃഖം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ശരീരമാണ്. അതാണ് പറഞ്ഞത്, ജലത്തിലാണെങ്കിലും അഗ്നിയിലാണെങ്കിലും ഒക്കെ ജീവാത്മാക്കൾ ഉണ്ടെന്ന് പറയും. നമുക്കിപ്പോ വെള്ളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും, വെള്ളത്തിലുണ്ടാവും, നമുക്കറിയാം അല്ല? നമുക്ക് അറിവുള്ള ആരുണ്ട് വെള്ളത്തിലുണ്ട്. അഗ്നിയിലുണ്ടെന്ന് പറയാൻ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് അഗ്നിയിലുണ്ട്, ജലത്തിലുണ്ട്, സൂര്യത്തിലുണ്ട്, ഗ്രഹത്തിലും മുഴുവൻ എല്ലായിടത്തും ഉണ്ട് ജീവാത്മാക്കൾ. അപ്പൊ അതേപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും അവിടേക്കനുസരിച്ച്. അപ്പൊ അവിടെ എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മുകളിലേക്ക് പോകുന്തോറും നമ്മളെ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം അതെന്ന് പറഞ്ഞ ദേവർഷങ്ങൾ പറയും. നമ്മളെ ഒരു ദിവസം എന്ന് പറഞ്ഞത് ദേവന്മാരെ ഒരു വർഷം എന്ന് പറയുന്നത് തിരിച്ച്, അതായത് ദേവന്മാരെ ഒരു ദിവസം നമ്മൾ പറയുന്നത് നമ്മൾ ഒരു വർഷം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത്രയും സമയം നമുക്ക് കിട്ടും അവിടെ. അപ്പൊ അങ്ങനെ നമ്മൾ അത് ആനന്ദമൊക്കെ അനുഭവിച്ചതിന് ശേഷം നമ്മളെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ തീർച്ചും വീണ്ടും നമ്മ ഈ ഭൂലോകത്തിലേക്ക് വരും. അതിന് ക്ഷീണ പുണ്യ മർത്യലോക വിശന്തി എന്ന് പറഞ്ഞു. താഴത്തേക്ക് വന്നു,
വീണ്ടും ആ താഴ്ത്തേക്ക് വന്നു. അപ്പൊ ഇത്ര നാള് നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് വീണ്ടും നമ്മൾ അങ്ങനത്തെ ഗ്രാമത്തിൽ പോയി വീടുകളിൽ കുടുംബങ്ങളിൽ പോയി പ്രകടിക്കും. ഒന്നാമത്തേത്. രണ്ടാമത്തേത് പറയുന്നത് എന്താണ്? കുറെ കാലം നമ്മൾ ചെയ്തു എന്നിട്ട് വിജയിക്കാതിരിക്കുക. അങ്ങനെ വരുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അവര് അങ്ങനെ വരുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അവർ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. കാരണം ഒരു കുടുംബം തന്നെ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ എന്താണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരും അല്ലെ. കാരണം നമ്മൾ ചെറുപ്പത്തിലെ തെറ്റ് അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ്, ജനറലായിട്ട് പറയുമ്പോൾ ബ്രാഹ്മണ കുടുംബങ്ങൾ നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ കുടുംബങ്ങളിൽ വരുമ്പോൾ എന്താണ്, അവർ ചെറുപ്പത്തിലെ തന്നെ ഇത് കേട്ടും ചുറ്റും അത് തന്നെയാണ് അവരുടെ ജീവിതം. അവർക്ക് വളരെ അതിനോട് അട്രാക്ഷൻ ആളുടെ അട്രാക്റ്റഡ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. വീണ്ടും ചുറ്റുപാടും അതേ അട്രാക്ഷൻ ആണ്. അപ്പൊ അവർ വീണ്ടും പെട്ടെന്ന് ഉയരും. അതിന് ഉദാഹരണം തന്നെ പ്രഭാസ്വാമി തന്റെ ജീവിതം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് പറഞ്ഞത് ആരാണ്? ഒന്ന് പറഞ്ഞത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, അതായത് പ്രഭാസ്വാമിയുടെ ഗുരു. പിന്നെ പ്രഭാസ്വാമി അങ്ങനത്തെ കുടുംബങ്ങളിൽ ജനിക്കാൻ ഇട വന്നതേ എന്ന് അവരെ ജീവിതം തന്നെ നമുക്ക് പറഞ്ഞു തരാം. ക്ലിയർ ആയോ മാതാജി? ഹരേഷ്ണ മാതാജി ആരാ ചോദിച്ചത്? ഓക്കെ, നിഷ മാതാജി ആയിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ പ്രഭു. ഈ അതായത് ഇടയ്ക്ക് ഇപ്പൊ 47 ശേഷം 47 ആദ്യത്തെ പിന്നെ ശ്ലോകം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ശ്ലോകം ഉണ്ടല്ലോ, യേശാം പുരുഷം സത്, അങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ എന്താണത്? ഇപ്പൊ 47ാമത്തെ മെയിൻ ശ്ലോകം കഴിഞ്ഞിട്ട് ശ്ലോകമല്ല, അത് നമുക്ക് ഭാവാർത്ഥത്തിലൊന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞാണ്. അത് സർവ കൽമഷങ്ങളെ പരിപൂർണതയെ കൃഷ്ണബോധം എന്ന് ഇത് ഭഗവതി 7-8 ദിശ. യേശം തദഗന്ധം പാപം ജനാനനം പുണ്യകർമ്മണം ദേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേ മാ ദൃഢവൃത്ത. എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായികമായ ദ്വന്ദ്ഭാവനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് ഭക്തി എന്ന് പറഞ്ഞത് മുക്തിക്ക് അപ്പുറമാണെന്ന് പറഞ്ഞത് അതാണ്. കാരണം എണ്ണമറ്റ ജന്മങ്ങളില് നമ്മൾ ഒരു ജന്മം കൊണ്ടല്ല പല ജന്മങ്ങളിലും നമ്മൾ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കണം. അതിന് നമ്മളെ അവസ്ഥ ഇപ്പോൾ എന്താണ്? തമോ രജോ ഗുണമാണ് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ളവര് അല്ലെ. ഇപ്പൊ തമോ ഗുണത്തിന്റെ രജോ ഗുണമാണ് നമ്മുടെ മിസ്സാണ്. അല്ലെങ്കിൽ ചിലപ്പോ തമോ ഗുണം കുറച്ച് കയറും, ചിലപ്പോ രജോ ഗുണം കൂടുതൽ രജോ ഗുണമാണ്. ഈ രജോ ഗുണം കഴിഞ്ഞിട്ട് അടുത്ത ഗുണമാണ് സാത്യ ഗുണം. ഈ സാത്യ ഗുണത്തിലാണ് നമ്മൾ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുക. അങ്ങനെ സ്ഥിരമായിട്ട് എണ്ണമറ്റ ജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ സകല മാലിന്യങ്ങളിൽ നിന്ന് മായികമായ ദ്വന്ദ്ഭാവനയിൽ നിന്ന് പൂർണ്ണമായി അപ്പോഴാണ് നമ്മൾ സാത്വികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ മാറും. നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ അതായത് പരിശുദ്ധീകരിക്കുകയാണ് നമ്മൾ ഉണ്ടായിട്ട്. നമ്മളെ ഭക്ഷണമായാലും നമ്മൾ പരിശുദ്ധീകരിക്കണം, നമ്മളെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മൾ പരിശുദ്ധീകരിക്കണം. മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ പരിശുദ്ധീകരിക്കുകയാണ് അനുഷ്ഠാനങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ താമസ്യ ഗുണത്തിൽ നിന്നും അതുപോലെ തന്നെ രജോ ഗുണത്തിൽ നിന്നും സാത്യ ഗുണത്തിലേക്ക് കടക്കണം. അങ്ങനെ സാത്യ ഗുണത്തിൽ കടന്ന് നമ്മൾ അനേക ജന്മങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ഗുണമായ വിശുദ്ധ സത്വഗുണം ആ ഗുണത്തിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ കടക്കുമ്പോഴാണ് പ്രേമപൂർണമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത്. ആ അവസ്ഥയിൽ എത്തുമ്പോഴും പരിപൂർണമായ പ്രേമ ഭക്തി നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതേ വരം നമ്മൾ ഒരു സെക്കൻഡ് നേരം ഒക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരും, ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് ഭഗവാനെ ഞാൻ കണ്ടു എന്നൊക്കെ തോന്നും. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് പരിപൂർണ അവസ്ഥ എന്ന് പറഞ്ഞത് ഇങ്ങനെ പതുക്കെ 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 സ്റ്റെപ്പ് കയറി വരണം. രേഷ്ണ ശരി പ്രഭുജി, സന്തോഷം. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ്? ക്ലിയർ ആണ് അല്ലേ? പ്രഭുജി നമസ്കാരം. നമസ്കാരം പ്രഭുജി, ബാബുവാണ്. ഹരേഷ്ണ നമസ്കാരം പ്രഭു. ഹരേഷ്ണ. അതായത് നമ്മള് ഈ ഭഗവത്ഗീത തുടങ്ങുമ്പോ തന്നെ നമ്മൾ കലിയുഗമാണ്, നാമജപത്തിൽ കൂടി മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മൾ നാമജപവും
കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മേഖലകളാണ് ഇപ്പൊ കടന്നുപോയത്. കാരണം നമുക്കിപ്പോ ടെൻഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് അത്ര പോരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് വരുന്ന നമുക്കൊരു പ്രതീക്ഷ തരണം അല്ലേ ജി? അതെ 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 രണ്ടാമത് നമ്മൾ പറയുന്നു ഇപ്പോ ഈ ഇവിടെ നമ്മൾ ഈ നാമജപമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മളെക്കാൾ അട്രാക്റ്റീവ് ആയിട്ട് പലരെയും കാണുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഡൗട്ട് മാറ്റി തരികയാണ്. കാരണം അവര് കഴിഞ്ഞ ജന്മത്തിൽ ഇതിലും ഇതേമാതിരി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ഈ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ശരിയല്ലേ? ശരി ശരി. നമുക്കതിന് അവര് നല്ല രീതിയിലാണെങ്കിൽ എനിക്കത് പറ്റണില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാന്ന്. കാരണം അവര് അത്രയും ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾ വളരെ പെട്ടെന്നായിരിക്കും. ഇപ്പൊ നിങ്ങളിൽ തന്നെ ഉള്ള ഗ്രൂപ്പിൽ ചിലപ്പോൾ 2-3 പേര് ചിലപ്പോൾ വളരെ മുന്നിലേക്ക് പോകും. നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കും. അതിന്റെ കാരണം അത് നമ്മളെ വിഷമല്ല. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ അവരെ നാമജപത്തിന് കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. കാരണം അവരത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറയുന്നു നമ്മുടെ കർമ്മങ്ങളാണ് ഏറ്റവും വലിയ ഇത് ജ്ഞാനത്തിനേക്കാൾ നല്ല. അപ്പൊ കർമ്മം, ജ്ഞാനയോഗം, അതേമാതിരി ഭക്തി യോഗത്തിലേക്ക് എത്തണമെന്ന് വരെ നമ്മൾ പഠിച്ചു. ഇപ്പൊ ഇന്ന് അടുത്ത പുതിയ അധ്യായം പറയുന്നു അഷ്ടാംഗ യോഗം, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നുണ്ട്. അപ്പൊ അങ്ങനെ 3-4 ഘട്ടങ്ങളുണ്ട്. അതുവഴി തരണം ചെയ്തു പോരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഭഗവത് നാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളൊരു ഫുൾ അവയർനെസ് നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയ പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായി ഗുരുജി. അതായത് നമുക്ക് പല യോഗങ്ങളുണ്ട്. യോഗം എന്ന് പറയുമ്പോ ഇപ്പൊ അഷ്ടാംഗ യോഗം, അപ്പൊ അവിടെ എന്താണ് ഭഗവാനുണ്ട്. യോഗം എന്ന് പറഞ്ഞ അവിടെ ഭഗവാനുണ്ട്. ജ്ഞാനയോഗം ഭഗവാനുണ്ട്. കർമ്മയോഗം ഭഗവാനുണ്ട്. ഭക്തിയോഗം ഭഗവാനുണ്ട്. ബുദ്ധിയോഗം ഭഗവാനുണ്ട്. മനസ്സിലായ? പക്ഷെ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് ഭക്തിയോഗമാണ്. ബാക്കിയെല്ലാതും പല വഴിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അവിടെ ഭഗവാൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, അത് പരിപൂർണമാണോന്ന് വെച്ചാൽ അല്ല. മനസ്സിലായി? ഭക്തിയോഗം എന്ന് കർമ്മയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഷ്ഠാനങ്ങളാണ് അല്ലെ. നമുക്കറിയാം തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അത് ചില നമുക്ക് അറിയാണ്ട് തന്നെ നമ്മളെ കൾച്ചറിൽ ഉള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് നമ്മളെ കർമ്മയോഗത്തിൽ വരുന്ന പാർട്ടാണ്. നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു: കർമ്മ, അകർമ്മ, വികർമ്മം. കർമ്മം എന്ന് പറയുമ്പോ നമ്മളെ സ്വധർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മള് ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ശരിയോ തെറ്റോ നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് പല ജനറേഷനിലായിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് എവിടെന്നാ വന്നിട്ടുള്ളത്? അത് നമ്മളെ നമ്മളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ജനറേഷൻ നമ്മൾ കുറച്ചു കാലമായിട്ടുള്ളൂ, 10-200 വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു വിദ്യാഭ്യാസ രീതിയിലൊക്കെ മാറ്റുള്ളൂ. പക്ഷെ നമ്മളെ രീതി പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ. അപ്പൊ അതിന്റെ ബേസിൽ സെറ്റ് ശരി എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മളറിയാം മാരേജ് തന്നെ നമുക്ക് ഒരു മാരേജ് ഉള്ളു അല്ലെ. ആയിട്ട് പറയുമ്പോ അത് എവിടെ നിന്ന് വന്നത്? അത് നമുക്കറിയാം തെറ്റാണ് നടത്തി ചെയ്യാൻ പറ്റും. നമ്മൾ അറിയാണ്ട് തന്നെ അറിയാം നമുക്ക് തെറ്റുന്നത് അല്ലെ. അത് വന്നത് കർമ്മമാണ്. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. മനസ്സിലായി? അപ്പൊ അത് നമ്മൾ അറിയാണ്ട് അനുഷ്ഠിച്ച് പോണുണ്ട്. അറിയാൻ വേണമെന്നാ പറഞ്ഞ, അറിഞ്ഞിട്ട് അനുഷ്ഠിക്കാം. അപ്പൊ അത് കർമ്മയോഗമായി. അതില് നമുക്ക് ഭഗവാനെ ഡയറക്റ്റ് കിട്ടണമെന്നില്ല. അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. പക്ഷെ കർമ്മയോഗം കണക്റ്റഡ് ആയി. യോഗം ഭഗവാൻ ഉണ്ട് അത്. പക്ഷെ പരിപൂർണത എന്ന് പറഞ്ഞത് ഭക്തിയോഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠാനങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഭഗവാൻ തന്നതാണ് വേദം. അപ്പൊ വേദങ്ങളെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അപ്പൊ അത് ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ എന്താണ്? ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുകയാണ് നമ്മൾ. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കണം, ഭഗവാന്റെ ബന്ധപ്പെടുത്തി ജീവിക്കണം. മറ്റെന്താ വെച്ചാൽ ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥയാണ് ഭക്തിയോഗം. അത് ഞാൻ ഒന്നും കൂടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രസാദം ഭഗവാന് നിവേദിക്കണം അല്ലെ. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും നിവേദിക്കും, നമ്മള് ഫലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭഗവാന് നിവേദിക്കും. അപ്പൊ നമ്മള് കഴിക്കണ മുന്നേ ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ കഴിക്കും അല്ലെ. ജനറലായിട്ട് അവിടെ ശരിയാണ് ഭക്തി. അത് കർമ്മയോഗത്തിന്റെ കണക്ഷനിൽ വന്നു. പിന്നെ ഒരു ലെവലുണ്ട്, അതാണ് ഭക്തി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആഗ്രഹമുള്ളത് നമുക്കറിയാം, അത് മാത്രം നമ്മൾ ചെയ്യും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുള്ളതായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കൊരു നല്ല പൂവമ്പഴം കണ്ട് എന്നാ ശരിയാ പൂവമ്പഴം വാങ്ങിക്കുക. അങ്ങനെ പൂവമ്പഴം വാങ്ങിച്ചോണ്ട് അന്ന് ഭഗവാന് കൊടുക്കുക അല്ലെ. ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണം. അപ്പൊ നമ്മളെ ആഗ്രഹം അവിടെ നടത്തണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഭഗവാനെ സമർപ്പിച്ചിട്ട് നമ്മൾ കഴിക്കണം. മറ്റേത് അങ്ങനെയല്ല. ഭഗവാന് വേണ്ടി ഞാൻ എന്ത് കൊടുക്കുന്നു മാത്രം ചിന്തിച്ച് നടക്കുന്ന വ്യക്തികളുണ്ടോ? മനസ്സിലായ? നമുക്ക് വേണ്ടിയല്ല. അത് ഭക്തിയോഗം. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു സംശയം. പരിപൂർണതയുടെ മാനദണ്ഡം എന്താണ്? പരിപൂർണത മാനദണ്ഡം ഇതാ ഒന്ന് പറഞ്ഞുതരാം, നോക്കിയിട്ട് കണ്ടില്ല.
യോഗം പരിപൂർണത ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ. പരിപൂർണത എന്ന് പറഞ്ഞ എന്താണ്? ഭക്തിയോഗമാണോ? ലാസ്റ്റ് എത്തുന്നതാണ് പരിപൂർണത. ഇപ്പൊ നമ്മള് ആ ഭാഗത്തേക്ക് എത്താൻ പോകുന്നുള്ളൂ. നമ്മൾ പല വഴി കൂടെ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കിപ്പോ തന്നെ ഒരു വഴി കൂടെ കുറച്ച് പോകും, കുറച്ച് വേറെ വഴി കൂടെ പോകും. നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിപൂർണത എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം. മാനദണ്ഡം എന്ന് പറയുമ്പോഴേ ഏതാണ് നമ്മൾ എഴുതേണ്ടതെന്ന് അറിയാത്ത. ഭക്തിയോഗം എന്നാണ് എഴുതിയത്. ഭക്തിയോഗം മാനദണ്ഡം എന്ന് പറയുമ്പോൾ പരിപൂർണതയുടെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഭക്തിയോഗം, അതായത് ഇന്ദ്രിയങ്ങളെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുക. അങ്ങനെ മതിയോ? അതാണ് അല്ലേ? അതാണ്. അത് ഞാൻ പിന്നെ നമുക്ക് ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നാളെ ചെയ്യാം നമുക്ക്. അപ്പൊ അതിലെല്ലാം വരുമല്ലോ ക്വസ്റ്റ്യൻസ്. ഇത് ക്വസ്റ്റ്യൻസ് അല്ലേ? അതെ. അത് നമുക്ക് ഇതാണ് അത് ഞാൻ കറക്റ്റ് ആയിട്ട് നാളെ നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ഗുരുജി, എക്സാം ഒരു സംശയം കൂടി ഗുരുജി. എപ്പോഴും ചിന്തിക്കുക, നിമിഷ നേരം പോലും പോകാതെ. പ്രഭു എന്താ സംശയം പറഞ്ഞല്ലോ? എന്താ സംശയം? അതെ, നമ്മളിപ്പോ ഗുരുജി പറഞ്ഞല്ലോ ഭഗവാന് നേദിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പൂജാമുറിയില് ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും അത് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടോ? എങ്ങനെയാ? കാരണം എല്ലാ ദിവസവും ചിലപ്പോ നമുക്കത് തരപ്പെട്ടോളന്നില്ല. ഇല്ല. അതിന് നമ്മൾ 42ാമത്തെ അധ്യായം തന്നെ ശ്ലോകം നോക്കിയാൽ മതിയല്ലോ. മനസ്സിലായില്ല? മുഴുവൻ ആയില്ല എന്ന് ഭഗവാൻ പറയുന്നില്ല. മനസ്സിലായോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനാണ് പറയുന്നത്. ചെയ്താൽ വളരെ ബെറ്റർ. പക്ഷെ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ ഇപ്പൊ നാമം ജപിക്കണം. ചില ദിവസം നമുക്ക് പറ്റില്ല എന്നൊക്കെയാ. നമുക്ക് പറ്റില്ല, ഓപ്ഷൻ ഇല്ല. നമുക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു, നമുക്ക് ബോധമില്ല. നമ്മളെങ്ങനെ നാമം ജപിക്കുക? ജനറൽ ആയിട്ടുള്ള കാര്യമില്ലേ? മനസ്സിലായി? നമ്മുടെ കാരണന്മാരായിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചേക്കണ ചില എന്താ പറയാ അവിക്തതകളാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ട, പക്ഷെ ചെയ്തിട്ട് മുടങ്ങാൻ പാടില്ല എന്നൊക്കെ ഒരു ഇങ്ങനെ ഒരു മിഥ്യാധാരണ അതുണ്ട്. അത് തെറ്റല്ല. അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ ഭഗവാന്റെ കാര്യം ഒഴിച്ച് വരുമ്പോൾ ചില ദേവത സങ്കല്പത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ